നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയതിൽ കമ്പനിക്കെതിരെ ശുചിത്വ മിഷന്റെ നടപടി. സന്നേഷ് എക്കോസിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ സ്ഥാപനമായിരുന്നു സന്നേഷ് എക്കോസിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്. എസ് ഷീജ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷീജ, ഈ നടപടി വിവാദമായതിന് പിന്നാലെ കമ്പനിയോട് വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ നടപടി? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശുചിത്വ മിഷൻ സണ്ണേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ ഏജൻസിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ആശുപത്രികളിലെ ബയോമെഡിക്കൽ മാലിന്യം അത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയതായി വാർത്തകൾ വന്നിരുന്നു. അത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വീഴ്ചയുണ്ടായത് ഈ ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏജൻസിയോട് വിശദീകരണം തേടിയിരുന്നു. രേഖാമൂലം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ സണ്ണേജ് എന്ന് പറയുന്ന ഏജൻസി ഇതുവരെ വിശദീകരണം ലഭ്യമാക്കിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന ഒരു നടപടി ശുചിത്വ മിഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഏജൻസിയെ സണ്ണേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ 3 വർഷത്തേക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തിയാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്കായി ശുചിത്വ മിഷൻ നൽകിയ എംപാനൽമെന്റ് അത് റദ്ദ് ചെയ്തുകൊണ്ടും ഇപ്പോൾ ശുചിത്വ മിഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു വീഴ്ച ഈ ഏജൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ശരി, സന്നേജ് എക്കോസിസ്റ്റം എന്ന കമ്പനിയാണ് ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുള്ളത്. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.